ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം സുഭാഷിതം 28:13. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുക. എല്ലാ മേഖലയിലും എങ്ങനെ വിജയം പ്രാപിക്കും, ആത്മീയമായ മേഖലയിലും ഭൗതികമായ നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങളുടെ കാര്യങ്ങളിലും എങ്ങനെ വിജയം വരിക്കും എന്നാണ് നമ്മൾ ധ്യാനിക്കുക. ഞങ്ങൾ നടത്തുന്ന ഒരു സൂം പ്രാർത്ഥനയുണ്ട്. അതിൽ ഈ വചനങ്ങളുടെ സമയത്ത് നടക്കുന്ന രോഗശാന്തികളുടെ ഒരു സാക്ഷ്യം കണ്ടിട്ട് വീണ്ടും ഈ വചനത്തിൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഗ്നസ് മാത്യു. ഞാൻ ഫോർട്ട് കൊച്ചി നസ്രത്ത് ഹോളി ഫാമിലി ചർച്ച് ഇടവാങ്ങമാണ്. ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് 2 വർഷമാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് നിരവധിയായ അനുഗ്രഹങ്ങളാണ് ഈശോ ചൊരിഞ്ഞത്. 2.5 വർഷം മുമ്പ് ഞാനൊന്ന് വീണു. എൻ്റെ മുട്ടുകാലിൻ്റെ ലിഗ്മെന്റ് പൊട്ടി. അത് ഓപ്പറേഷൻ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ വേദനയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ആമവാദത്തിൻ്റെ അസുഖമുണ്ടായിരുന്നു. അതും കൂടെ ഇതിനകത്ത് വന്നു. അപ്പോൾ ഞാൻ കഷായവും ഒത്തിരി മരുന്നുകളും ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെല്ലാം കൂടെ ഈ മരുന്ന് കഴിച്ച് ഈ പ്രാർത്ഥനയിൽ ഞാൻ കൂടിയിരിക്കുമ്പോൾ ഒരു ദിവസം സിസ്റ്റർ പറഞ്ഞായിരുന്നു, കഷായം കുടിച്ച് മതിയായെന്ന് പറഞ്ഞ ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഞാൻ ആ നിമിഷമൊക്കെ നല്ല വേദനയായിട്ടാണ് ഞാൻ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത്. അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റത് സൗഖ്യത്തോടെയാണ്. പിന്നെ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല ആ കാലിലും. അതുപോലെ തന്നെ ഒരു 10 മാസം മുമ്പ് എൻ്റെ ഭർത്താവിന് കുടലൊരു മുഴ വന്നായിരുന്നു. അത് പനി വന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെന്നപ്പോഴാണ് അത് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ അത് 4th സ്റ്റേജ് ആയിരുന്നു. 1 മാസമേ ഈ വ്യക്തി ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ വിധി ചെയ്തത്. 3 ഹോസ്പിറ്റലിൽ മാറി മാറി പറഞ്ഞു. ഇതെല്ലാം ഒരേ റിസൾട്ടായിരുന്നു എല്ലായിടത്തും പറഞ്ഞത്. പക്ഷേ ഇന്നും എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യത്തോടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. എൻ്റെ കർത്താവ് തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ പറഞ്ഞാലും തീരില്ല. അത്രയ്ക്ക് അനുഗ്രഹമാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. എല്ലാത്തിനും കോടാനുകൂടി നന്ദി പറയുന്നു. ആമേൻ. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 28:13. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാവില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ നമ്മളിങ്ങനെ കാണാം, മഹാകരുണ ബ്രാക്കറ്റിൽ കുമ്പസാരക്കൂട്. അതാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. എന്താണ് കർത്താവ് നമ്മളോട് പറയുകയാണ്, എന്താണ് നിനക്ക് ഐശ്വര്യം ഉണ്ടാകാത്തത്? കർത്താവ് ഒരു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. എന്നാൽ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. കർത്താവിൻ്റെ കരുണ എങ്ങനെയാണ് ലഭിക്കുക? അത് കുമ്പസാരക്കൂട്ടിലാണ് കരുണ ലഭിക്കുന്നത്. എല്ലാ മേഖലയിലും വിജയം എവിടെയാണ് ലഭിക്കുക? അത് തെറ്റുകൾ പരിത്യജിക്കുന്നവന് എല്ലാ മേഖലയിലും ഐശ്വര്യം ഉണ്ടാവും. നിങ്ങളൊരു സംശയം ഇതിനകത്ത് കരുതണ്ട. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിന്മകൾ എന്താണ്. ആർക്കും സ്വന്തം ജീവിതത്തിലെ തിന്മകൾ, ഒരു കുടുംബത്തിലില്ലാത്ത പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തുണ്ടാവാൻ എന്താ കാരണം? എൻ്റെ മക്കൾ തോറ്റു കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? എൻ്റെ ജീവിതത്തിലെ തിന്മകളുടെ തകർച്ചകളുടെ അടിസ്ഥാനം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പഴയ നിയമം ആരംഭം മുതലേ പുതിയ നിയമം അവസാന വെളിപാട് അവസാനം വരെ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. തിന്മ ചെയ്യുന്നവന് തിന്മ പ്രതിഫലം ലഭിക്കും. തിന്മയാണ്, അതാണ് പ്രഭാഷകൻ 21:2, സർപ്പത്തിൽ എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യക്കേടിന് കാരണം തിന്മയാണ്. അത് എല്ലാവരുടെയും തിന്മയല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നാം ഒരൊറ്റ വ്യക്തി, ഒരു പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉള്ള ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടാൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സകല പ്രശ്നവും മാറും. മാതാപിതാക്കളുടെ പാരമ്പര്യങ്ങളുടെ പാപം ഇതൊന്നും നമ്മൾ നോക്കണ്ട. നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ അത്ഭുതം നടക്കും. ജോഷ 3:5. എന്താണ് അത്ഭുതം നടക്കാനുള്ള മാർഗം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ അത്ഭുതം നടക്കും.
ജോഷ 3:5. കർത്താവ് പറയാണ്, ഞാൻ സീനായ് മലയിൽ ഇറങ്ങി വരും, നീ ജനത്തെ വിശുദ്ധീകരിക്കുക. മോശയുടെ കാലഘട്ടം അവസാനിച്ച് ജോഷ ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് ജോർദാൻ നദിക്കരയിൽ നിൽക്കുന്ന ജനത്തിനോട് അപ്പോൾ ഇതാ കർത്താവ് ജോഷയോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, ജനത്തെ നീ ശുദ്ധീകരിക്കുക, നാളെ അത്ഭുതം നടക്കും. നിങ്ങളിത് ചെയ്തു നോക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകൾക്ക് പരിഹാരം ചെയ്തു നോക്കണം. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നോക്കണം. ഒരാളും വേണ്ട നിങ്ങൾക്ക് അത്ഭുതം നടക്കാൻ. നിങ്ങൾക്ക് താനെ അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളുടെയും സഹായം വേണ്ട. നിങ്ങളുടെ 40 കൊല്ലത്തെ 50 കൊല്ലത്തെ രോഗം മാറിപ്പോവും. ഇത് അനുഭവമാണ്. ഞങ്ങൾ നടത്തുന്ന ഒരു സൂം പ്രാർത്ഥനയുണ്ട്. അതിനകത്തുള്ള എല്ലാ അത്ഭുതകരമായ രോഗശാന്തികളുടെയും കാരണം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, നാളെ അത്ഭുതം നടക്കും. ആ അത്ഭുതങ്ങളാണ് ഈ യൂട്യൂബിൻ്റെ ഏറ്റവും മുൻപ് ആയിട്ട് ഇടുന്നത്. നിങ്ങൾ അറിയണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ അത്ഭുതം നടക്കും. ഇന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് ഐശ്വര്യം ഉണ്ടാകില്ല, ഒരു മേഖലയിലും വിജയിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നോക്കണം. 1-ാം പ്രമാണം, 2-ാം പ്രമാണം, 3-ാം പ്രമാണം, 4-ാം പ്രമാണം, 5-ാം പ്രമാണം. അങ്ങനെ ദൈവകൽപ്പനകൾ എവിടെയാണ് വഴുതി പോയതെന്ന് നോക്കണം. അത് വിശുദ്ധീകരിച്ചാൽ, ആ മേഖലകളെ വിശുദ്ധീകരിച്ചാൽ നിന്നെയും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ കർത്താവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി കടന്നാൽ, നിന്നെ തന്നെ നീ വിശുദ്ധീകരിച്ചാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. നിൻ്റെ കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങളും, രോഗങ്ങളും, മാരക വ്യാധികളും, സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം മാറും. ഒന്നിനും നിനക്ക് ആരുടെ ആവശ്യം വരികയില്ല. കർത്താവിൻ്റെ അതിശക്തമായ വചനമാണിത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഴയ നിയമത്തിൽ നോക്കണം. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ നോക്കണം. ഏത് രാജാവ് ദൈവകൽപ്പന ലംഘിച്ചോ അവൻ നശിച്ചുപോയി. അല്ല, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. ഇനി സോളമൻ്റെ ജീവിതത്തിൽ കാണാം. സോളമനോട് കർത്താവ് പറഞ്ഞു, സോളമ, നീ എന്ത് തന്നെ എത്ര വലിയ ദേവാലയം പണിതാലും നീ തിന്മ ചെയ്താൽ ഈ ദേവാലയം തകർക്കപ്പെടും. ഈ ദേവാലയം ഞാൻ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റപ്പെടും. അത് തന്നെ സംഭവിച്ചു. ജെറമ്യായുടെ പ്രവചനത്തിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാം, ജനം ബാബിലോണിലേക്ക് അടിമത്തത്തിനായിട്ട് പോയി. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മനാസെ രാജാവ് ചെയ്ത തിന്മകളാണ് അതിൻ്റെ കാരണം. ജനം പ്രവാസത്തിലേക്ക് പോകാൻ കാരണം മനാസ ചെയ്ത തിന്മകൾ. മനാസ എന്തൊക്കെ ചെയ്തെന്നറിയോ? വിഗ്രഹാരാധനയുടെ അങ്ങേയറ്റം വരെ ചെയ്തു. ദേവാലയം, ജെറുസലേം പുണ്യഭൂമിയിൽ ജെറുസലേം ദേവാലയത്തിൽ അവൻ വിഗ്രഹാരാധനയ്ക്കുള്ള അക്ഷേര പ്രതിഷ്ഠകളൊക്കെ സ്ഥാപിച്ചു, നരബലി അർപ്പിച്ചു, മക്കളെ ഗുരുതി കൊടുത്തു. ഇങ്ങനെ എല്ലാ തിന്മകളും ചെയ്തു. എന്നിട്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാം, മനാസെ രാജാവ് ചെയ്ത തിന്മകളാണ് ജനം പ്രവാസത്തിലേക്ക് പോകാൻ. ആ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീരിന് കാരണം. സകല പുസ്തകങ്ങളിലും കാണാം. യൂഥിത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അവർ തെറ്റ് ചെയ്തല്ലാതെ അവരെ നശിപ്പിക്കുക സാധ്യമല്ല. അപ്പം നമ്മുടെ കുടുംബം നശിച്ചു പോയതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ കുടുംബത്തിലുള്ള തകർച്ചയുടെ കാരണം എന്താണ്? നമ്മൾ തെറ്റ് ചെയ്തല്ലാതെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു തിന്മയും കടന്നു വരികയില്ല. നമ്മൾ ചെയ്ത തിന്മകളല്ലാതെ നമ്മുടെ കുടുംബത്തിൽ പ്രവേശിക്കില്ല. നിങ്ങൾ വിചാരിക്കും, അവിടെ എത്ര വലിയ ഭീകരത, ഇവിടെ ഭീകരത, അത് ഡ്രഗ്സ്, അത് ഇത്. ഞാൻ പറയട്ടെ, മാതാപിതാക്കളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഒരു കുടുംബവും തകർക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളിൽ മാതാപിതാക്കളിൽ വിശുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളിൽ ആ വിശുദ്ധിയെ പ്രവേശിക്കുള്ളൂ, അശുദ്ധി പ്രവേശിക്കില്ല. യെശയ്യായുടെ പുസ്തകം 59:21 ഇങ്ങനൊരു വചനമുണ്ട്, നിന്റെ മേലുള്ള നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനം നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ എടുത്തു മാറ്റപ്പെടുകയില്ല. നമ്മളിൽ വിശുദ്ധിയും പരിശുദ്ധാത്മാവും വചനമുണ്ടോ അത് തന്നെയാണ് നമ്മുടെ മക്കളിലേക്ക് പ്രവഹിക്കുക. നമ്മളിൽ ദുഷിപ്പും ദൈവകൽപ്പന ലംഘനങ്ങളുണ്ടോ അത് തന്നെ മക്കളിലേക്ക് പ്രവഹിക്കും. അത് എത്ര ഇരട്ടിയായിട്ട് പ്രവഹിക്കുന്നു കൂടി പറഞ്ഞു തരാം. നമ്മളിൽ ദുഷിപ്പുണ്ടെങ്കിൽ അതും, നമ്മളിൽ നന്മ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതും 7 ഇരട്ടിയായിട്ട്, 77 ഇരട്ടിയായിട്ട്, 77 ഇരട്ടിയായിട്ട് പ്രവഹിക്കും. ഉൽപ്പത്തി 4:24 കാണാം, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെ ഇത് 77 ഇരട്ടിയാണ്. നമ്മളിൽ എന്തുണ്ടോ
വിശുദ്ധിയും പരിശുദ്ധാത്മാവും ദൈവവചനമാണോ, അത് 77 ഇരട്ടിയായിട്ട് മക്കളിൽ പ്രവേശിക്കും. നമ്മളിൽ അശുദ്ധിയും വിഗ്രഹാരാധനയും അശുദ്ധികളും കലഹവും ഭിന്നതയും മാതാപിതാക്കളെ വേദനിപ്പിച്ചതും തിന്മകളൊക്കെയാണോ, അതും 77 ഇരട്ടിയായിട്ട് പ്രവഹിക്കും. നമ്മൾ ചെയ്തു പോയ ദൈവ കൽപ്പനാ ലംഘനങ്ങൾ നമ്മൾക്കെതിരെ നിൽക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവിന് എന്താ ലഭിക്കാത്തത്? അതാണ് കുറേ പേരുടെ പ്രശ്നം. അതും ഇത് തന്നെ കാരണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. പരിശുദ്ധാത്മാവ് എന്താണ്? ഹോളി സ്പിരിറ്റാണ്. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയില്ലാതെ പരിശുദ്ധാത്മാവിലേക്കോ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്കോ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. ഒരു കുഞ്ഞിന് സ്കൂളിൽ പരീക്ഷ സമയത്ത് വരുമ്പോൾ പനി വരും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കുടുംബത്തിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള തിന്മകൾക്ക് മാപ്പ് ചോദിച്ച് ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തതിനെല്ലാം മാപ്പ് ചോദിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലുള്ള പ്രശ്നം മാറിപ്പോയി. ചെയ്തു നോക്കണം. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കും മാതാവിനും പിതാവിനെയും ബഹുമാനിക്കണം എന്നാണ് വചനം. എന്നാൽ എഴുന്നേറ്റൊന്ന് ബഹുമാനിക്കണം എന്നാണ് മാതാപിതാക്കൾ പെരുമാറുന്നതിനെ കുറിച്ച് നമ്മളെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു വലിയ അതിഥി, ഒരു വൈദികൻ, ഒരു മെത്രാനൊക്കെ കുടുംബത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ബഹുമാനിക്കും, അതുപോലെ അതാണ് വചനം. ഞാൻ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കാൻ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുവിൻ. തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞാൽ കർത്താവ് ശിക്ഷിക്കുന്നതല്ല. പിശാച് പറയും, എന്നെ അവർ ആരാധിച്ചു, എനിക്ക് അധികാരമുണ്ട്. പഠന മേഖലയിലും അതുപോലെ സാമ്പത്തിക മേഖലയിലൊക്കെയുള്ള പ്രധാന തകർച്ചയ്ക്ക് കാരണം അതാണ്. എല്ലാ ദൈവകൽപ്പനകളും നിങ്ങൾ നോക്കുക. വലിയ വിഗ്രഹാരാധന ചെയ്തിട്ടുള്ള കുടുംബത്ത് നിങ്ങൾ നോക്കണം, ഒരു കുടുംബത്തില്ലാത്ത തിന്മകൾ കാണാം. ഒരു കുടുംബത്തില്ലാത്ത തിന്മകൾ കാണാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:27 ഇങ്ങനെ ഒരു വചനമുണ്ട്. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് സകല തിന്മകളുടെയും ആരംഭം. സകല തിന്മകളുടെ ആരംഭം എവിടെ നിന്ന് വരുന്നു? പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ്. കർത്താവ് വരുന്നു. ആദ്യത്തെ വചനം എന്താണ്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എങ്ങനെയാണ്? മാനസാന്തരത്തിൻ്റെ അങ്ങേയറ്റം. ഇതാ മത്തായിയുടെ സുവിശേഷം 5:26, അവസാന ചില്ലിക്കാശ് പോലും കൊടുത്തു വീട്ടപ്പെടാതെ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരികയില്ല. നമ്മുടെ തിന്മയുടെ സകലതും മാറ്റപ്പെടാതെ നമ്മൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക സാധ്യമല്ല. അങ്ങേയറ്റം മാനസാന്തരപ്പെടണം. ഈശോ വരുന്നതിന് മുമ്പ് സ്നാപയോനെ വിളിച്ചു പറഞ്ഞ മാനസാന്തരപ്പെടുക. ദൈവത്തെ നിങ്ങൾക്ക് ദർശനിക്കണമെങ്കിൽ, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വരണമെങ്കിൽ, ഒരു അനുഭവം, ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. കർത്താവ് ഇറങ്ങി വരും. ജോഷയും യെശയ്യായുടെ 1-ാം പുസ്തകം എല്ലാത്തിലും കാണാം. പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ച് ജോയൽ പ്രവാചകൻ പ്രവചിക്കുന്നതിന് മുമ്പും നമുക്ക് ഇത് തന്നെ കാണാം. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ചാക്കുടുക്കുവിൻ, ചാരം പൂശുവിൻ. പശ്ചാത്തപിക്കുക. അങ്ങേയറ്റം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിന്മകളിൽ നിന്ന് മാപ്പ് ചോദിച്ച് പശ്ചാത്തപിച്ച് ഏറ്റവും നല്ല കുമ്പസാരം നടത്തുക. അതാണ് ഡെലിവറൻസിൻ്റെ ഏറ്റവും വലിയ മാർഗം. വേറൊരു മാർഗം ഡെലിവറൻസിനില്ല. ഒരാളും വേണ്ട. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ, കർത്താവ് എന്താ പറഞ്ഞേ? വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നിങ്ങൾ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14:23 പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കും. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എവിടെ വന്ന് വാസം ഉറപ്പിക്കും? നമ്മളിൽ വാസം ഉറപ്പിക്കും. എപ്പോൾ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പനകളിൽ പൂർണ്ണ വിശുദ്ധി നമുക്ക് വേണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വിശുദ്ധി കൂടാതെ പരിശുദ്ധാത്മാവ് നിൻ്റെ അടുത്തേക്ക് വരികയില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ പ്രവേശിക്കുകയില്ല. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:8.
മത്തായിയുടെ സുവിശേഷം 5 അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണാം, എൻ്റെ പിതാവ് പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണരാകുകയും. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം എന്താണ്? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇതാ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അതേറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളുടെ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ തിന്മകളാണ്. 10 കൽപ്പനകൾ നോക്കുക. അതിനുശേഷം പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിധിക്കരുത്, കുറ്റപ്പെടുത്തരുത്, വ്യർത്ഥ സംഭാഷണം ചെയ്യരുത്, മദ്യപനം, ഭോജനപ്രിയനും, ദാരിദ്ര്യപ്പെടും, സുഖലോലുപത, മദ്യാശക്തി, ജീവിതവേഗത, നിങ്ങളുടെ മനസ്സ് ദുർബലമാകുക. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളത്? ഒക്കെ മാറ്റുക. ഗലാത്യയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണാം 16 മുതൽ വാക്യങ്ങൾ. ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരാണ്. കണ്ണുകൾ അടയ്ക്കുക ഒരു നിമിഷം. ഈ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും. ഒരു ശക്തി ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഈ നിമിഷം ഈശോയോട് മാപ്പ് ചോദിക്കുക. എല്ലാ തിന്മകളും കുമ്പസാരിക്കുക. ഇനി ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് നീ പ്രാർത്ഥിച്ചോ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചോ, നിങ്ങൾക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് മനസ്സിലാവും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കാര്യങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണേ. ഇന്നു മുതൽ ഞാൻ പരിശുദ്ധമായി ജീവിച്ചോളാം, ഇന്ന് വരെ ചെയ്ത തെറ്റുകൾ ചെയ്യുകയില്ല. വലിയൊരു കുംഭസാരത്തിന് വേണ്ടി 40 ദിവസങ്ങളിൽ ഒരുങ്ങുക. വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവനിൽ വസിക്കും. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവനിൽ വസിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:23. വലിയൊരു ഹോൾഡിങ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഹൃദയത്തിൽ ഒരു സ്പർശനം. പല രോഗങ്ങളും മാറിപ്പോവും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.